പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും മനോഹരമായ ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ 4.1 എന്നുള്ള ഈ വീഡിയോ അഭിമാന പുരസ്സരം ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, SSLC കഴിഞ്ഞാൽ 3 മേഖലയിലാണ് കുട്ടികൾ +2 അഥവാ പ്രീ ഡിഗ്രിക്ക് പോയിരുന്നത്. മുമ്പ് സത്യത്തിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മാത്സിന്റെ സയൻസ് ഗ്രൂപ്പ്, ബയോളജി സയൻസ് ഗ്രൂപ്പ്, പിന്നെ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന മലയാളം സംസ്കൃതം എല്ലാം ഉള്ള ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൊമേഴ്സ് ഗ്രൂപ്പ്. ഇപ്പോ അത് 48 ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ഹ്യൂമാനിറ്റീസിൽ തന്നെ 48, കൊമേഴ്സിൽ 11 തരം കൊമേഴ്സ്. 11 തരം കൊമേഴ്സുകൾ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള കൊമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ തന്നെ പല രൂപത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉള്ള കൊമേഴ്സ്, ഇങ്ങനെ +2 നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കൊമേഴ്സ്, ഇങ്ങനെ പല കൊമേഴ്സുകൾ നമ്മൾ പഠിച്ച് BCom നമ്മൾ എത്തി. ആ BComൽ തന്നെ സ്പെഷ്യലൈസേഷൻസ് എടുത്ത് നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ വേണോ ഇവിടെ വേണോ എന്നിങ്ങനെ വല്ലാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും. കൊമേഴ്സ്, ജനറൽ കൊമേഴ്സ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കൾക്ക് ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ബൈ NAC വിത്ത് A++ ഗ്രേഡ് എന്നുള്ള ഈ ഒരു മനോഹരമായ പ്രോഗ്രാമിൽ MComന്റെ എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, കോഴ്സ് ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് താങ്കൾക്ക് സവിസ്തരം താങ്കളെ പ്രതിപാദിക്കുകയാണ്. നമ്മളുടെ ഇടയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക. കുട്ടികളുടെ ഒരു പഠന രീതിയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക, ക്യാമ്പസിൽ പോയിരുന്ന് പഠിക്കുക, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഇലക്ട്രിക് പോസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉൾപ്പെടുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്, വടക്കഞ്ചേരി, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട പരസ്യം എന്നെ സത്യത്തിൽ ചതിക്കുഴികൾ ഓർമ്മിപ്പിച്ചു. 19ാമത്തെ വയസ്സിൽ 19,000 രൂപ ശമ്പളത്തിൽ താങ്കൾക്ക് ഇപ്പോൾ 19 രൂപ മാത്രം കൊടുത്ത് അഡ്മിഷൻ വേണോ? ചോദ്യമാണ്. 19 രൂപ കൊടുത്ത് അഡ്മിഷൻ വേണോ? താങ്കൾ ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്താലും, MCom അല്ല കേട്ടോ, ഒരിക്കലുമല്ല, MCom അല്ല, BCom അല്ല, ഞാൻ ആ മേഖലയിലേ ഇല്ല. അത്തരത്തിലുള്ള ആളുകളുമായി ഒരു സംസാരവും എനിക്കില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ചതിക്കുഴിയാണ് ഞാൻ പറയുന്നത്. അതിൽ മാത്രമല്ല, തൊഴിൽ കിട്ടിയതിന് ശേഷം, നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ഓരോ മാസവും 10,000 രൂപ വെച്ച് അടച്ചാൽ മതി. മേലെ ഒരു കുഞ്ഞ് സ്റ്റാർ, കണ്ടീഷൻ അപ്ലൈ. 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 120 മാസം. 120 മാസം താങ്കൾ 10,000 രൂപ വെച്ച് അടയ്ക്കണമെങ്കിൽ എത്ര രൂപയാണ്? 12 ലക്ഷം രൂപയോ? ഇതാണ് ചതിക്കുഴികൾ. ഇതിനേക്കാൾ നല്ലത് കഴുത്തറപ്പിന് കമ്പനിയിൽ നിന്ന്, ബാങ്കുകളിൽ നിന്ന് നമുക്ക് പലിശക്ക് കാശ് വാങ്ങി 3 ലക്ഷം വാങ്ങിച്ച് 6 ലക്ഷം തിരിച്ചു കൊടുത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത്. ഇത് അതിനേക്കാൾ വലിയ ചതിക്കുഴികളാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ള ഈ പെട്ടിക്കടകളിൽ പോലുള്ള സ്ഥാപനത്തിലുള്ളത്. മഹാരഥന്മാരായ നടന്മാർ വന്ന് പറയുന്നു, ഏറ്റവും നല്ല കോഴ്സ് ഇതാണ്, 1 കൊല്ലം കൊണ്ട് താങ്കൾക്ക് ഇന്ന ഒരു പ്രൊഫഷണൽ ആകാം, മാത്സിൽ ഇത്തിരി വീക്കായാലും തെറ്റില്ലട്ടോ എന്ന്. എത്ര വലിയ പാപ്പരത്വമാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊന്നും കുട്ടികളെ വഴിതെറ്റിക്കരുത്. മാത്സിന് ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു കോഴ്സ് ചെയ്യൂ എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സിന് ഏറ്റവും വേണ്ടത് മാത്സിന്റെയാണ് ഗുണം. മാത്സിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞാലും തെറ്റില്ലത്രേ. മഹാരഥൻ, കുറെ നാഷണൽ പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള, ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള നടന്റെ ഗീർവാണമാണ് നമ്മൾ. പരസ്യത്തിന് വേണ്ടി, ഇത്തിരി കാശിന് വേണ്ടി ഇങ്ങനെയൊക്കെ കുട്ടികളെ ചതിക്കുഴികളിൽ ചെന്ന് വീഴ്ത്തരുത്. പാവപ്പെട്ട ഗ്രാമീണ യുവതകളാണ് ഈ ആകർഷമായ വാക്കുകളിൽ
അവരതിൽ ചെന്ന് വീണ് അവസാനം ജീവിതം ദ്രോഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എംകോം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഗംഭീര പ്രോഗ്രാമാണ് എംകോം. ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളതാണ്. എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ? താങ്കൾക്ക് അക്കമിട്ട് ഞാൻ പറയാം ഇതിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത്. വളരെ മനോഹരമായിട്ടാണ്. ഈ എംകോം ഇഗ്നോ നൽകുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളതിലാണ്. ഫിനാൻസ് മേഖലയില്, ഇന്റർനാഷണൽ ബിസിനസ് മേഖലയില്, മാർക്കറ്റിംഗ് മേഖലയില്, അക്കൗണ്ടിംഗ് മേഖലയില്, വ്യത്യസ്തങ്ങളായിട്ടുള്ള മാൻ പവർ ആവശ്യമായിട്ടുള്ള വ്യാവസായിക സ്ഥാപനങ്ങളില്, വ്യാപാര കച്ചവട സ്ഥാപനങ്ങളില്, പബ്ലിക് സർവീസ് യൂണിയൻസുകളില്, ഗവൺമെന്റിലെ പ്രൈവറ്റ് എന്റർപ്രൈസസില്, ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഡിസിപ്ലിനിൽ ആവശ്യമുണ്ട്. എംകോം അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള കഴിവ്, നോളജ് ക്രിയേഷൻ ഉണ്ടാക്കുകയും നിങ്ങളിലെ നൈപുണ്യം, നിപുണത, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഹരമായ മനോഭാവങ്ങൾ, നിങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസസും വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് ഒരുക്കിയെടുത്ത് എംപ്ലോയ്മെന്റ് ഇൻ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിലെ അക്കാഡമിക് റിസർച്ചിനടക്കം സാധിക്കുന്ന തരത്തിൽ 80 ക്രെഡിറ്റ് ഇഗ്നോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 സെമസ്റ്റർ, 20 ക്രെഡിറ്റ് 20 ക്രെഡിറ്റ് 20 ക്രെഡിറ്റ് വീതമുള്ള 4 സെമസ്റ്റർ ആണ് താങ്കൾക്ക് ഉള്ളത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രിയും ലാറ്ററൽ എക്സിറ്റും എന്നുള്ള ഒരു മനോഹരമായ ഒരു കോമ്പണന്റ് ഇതിന്റെ അകത്തേക്ക് ഉണ്ട്. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് 2 സെമസ്റ്റർ, ദാറ്റ് മീൻസ് 40 ക്രെഡിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് കോഴ്സസ് ഓർ ദോസ് these 2 semesters, that is first semester and second semester, an exit option may be provided to learners at their specific request only, resulting in award. അവരെ വെറുതെ പറഞ്ഞു വിടുകയല്ല, അവരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ്, നേരത്തെ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള രൂപത്തിൽ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാമായി താങ്കളെ ഒറ്റക്ക് നിൽക്കുന്ന തരത്തിൽ താങ്കൾക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ തരുന്നു. ഇനി നിങ്ങൾ PGDIBO അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസോ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 2 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് 2ാമത്തെ വർഷത്തിലേക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് അഡ്മിഷൻ നേടാം. ഈ ഒരു പ്രോഗ്രാമില് എനി ഫീൽഡിലെ ഒരു ഗ്രാജുവേഷൻസ് ഓർ ഈക്വലന്റ് 3 കൊല്ലത്തെ അല്ലെങ്കിൽ 4 കൊല്ലത്തെ അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ചില തട്ടിപ്പ് ഡിഗ്രികൾ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ അടക്കം ചില ഡിഗ്രികൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റികൾ തന്നെ കൊടുക്കുന്നുണ്ട് അസോസിയേറ്റ് ഡിഗ്രി. തട്ടിപ്പാണ്. സി എന്നുള്ള പേരില്, ആർ എന്നുള്ള പേരില്, ഷാഷു എന്നുള്ള പേരിലൊക്കെ കുറെ യൂണിവേഴ്സിറ്റികൾ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലീഡിംഗ് ചില യൂണിവേഴ്സിറ്റി തന്നെ അസോസിയേറ്റ് ഡിഗ്രി താങ്കൾക്ക് നൽകുന്നു. ഇത്തരത്തിലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് വർക്ക് അനാലിസിസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ നിർബന്ധമായും താങ്കൾക്ക് ഇത്തരത്തിലുള്ള BCom MCom വേണം എന്ന് ആവശ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അസോസിയേറ്റ് ഡിഗ്രിക്കൊന്നും ഒരിക്കലും അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കുക. 3 കൊല്ലത്തെ അല്ലെങ്കിൽ 4 കൊല്ലത്തെ ഡിഗ്രി. അതെന്താ 4 കൊല്ലത്തെ ഡിഗ്രി? അതെ, MBBS, BTech എല്ലാം 4 കൊല്ലത്തെ ഡിഗ്രിയാണ്. ഇനി ഭാവിയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം നമ്മുടെ ഡിഗ്രി എല്ലാം 4 കൊല്ലത്തേക്ക് വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് PG 1 കൊല്ലം എന്നോ 2 കൊല്ലം എന്നോ വ്യാഖ്യാനിക്കപ്പെടും. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ 6 എന്ന് കിട്ടണം, 5 എന്ന് കിട്ടണം. PGക്ക് +2ഉം ഡിഗ്രിയും കൂട്ടുമ്പോൾ 6 എന്ന് കിട്ടുന്നത് പോലെ SSLC കഴിഞ്ഞ് നേരെ MBBSന് നമ്മൾ +2 കഴിഞ്ഞ് MBBSന് പോകുന്നത് പോലെ, +2 കഴിഞ്ഞ് നമ്മൾ എഞ്ചിനീയറിംഗിന് പോകുന്നത് പോലെ 2+4 അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ, SSLC +3 പ്ലസ് എഞ്ചിനീയറിംഗിലെ 3, 2ാമത്തെ വർഷത്തിലേക്ക് നേരിട്ട് പോകുന്ന ലാറ്ററൽ എൻട്രി. അതുപോലെ ഇവിടെ 3 കൊല്ലം നിർബന്ധമായും ഒരു ഡിഗ്രി അല്ലെങ്കിൽ 4 കൊല്ലത്തെ ഒരു ഡിഗ്രി ഉള്ള താങ്കൾക്ക് 2 കൊല്ലത്തെ ഡിഗ്രി ഇല്ല. അങ്ങനെ ഡിഗ്രി ഉണ്ട്, പക്ഷെ അത് അംഗീകരിക്കില്ല. ഇഗ്നോ അംഗീകരിക്കില്ല, ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കില്ല. ആ ഡിഗ്രിക്ക് പറയുന്ന പേര് അസോസിയേറ്റ് ഡിഗ്രി എന്നാണ്. അത് ഒരു ഡിഗ്രി ആയിട്ട് ഒരു UG പ്രോഗ്രാമായി അംഗീകരിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഞാൻ വിശദീകരിച്ച് പറയാം. ഒന്നാമത്തെ സെമസ്റ്ററിൽ മൊത്തം 20 ക്രെഡിറ്റോട് കൂടി ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, ബിസിനസ് എൻവയോൺമെന്റ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ്, മാനേജറിയൽ എക്കണോമിക്സ്, അങ്ങനെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്ററിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബിസിനസ് എത്തിക്സ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ് CSR തുടങ്ങിയ ആ ഒരു പ്രോഗ്രാം. അങ്ങനെ 2 സെമസ്റ്ററിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നമുക്ക് ലാറ്ററൽ എക്സിറ്റ് വാങ്ങിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള ഒരു PG ഡിപ്ലോമ നമുക്ക് വാങ്ങാം. സെക്കൻഡ് ഇയറിലുള്ള കോഴ്സസ് അഥവാ മൂന്നാമത്തെ സെമസ്റ്ററിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നാലാമത്തെ സെമസ്റ്ററിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്, പ്രോജക്റ്റ്. പ്രിയപ്പെട്ടവരെ, ഈ MCOMന്റെ പ്രത്യേകത പലരും ചോദിക്കാറുണ്ട്, ഏത് സ്പെഷ്യലൈസേഷൻ ആണെന്ന്. നമ്മുടെ നാട്ടിലെ ഈ സ്പെഷ്യലൈസേഷൻ ഒരു ലീല, ഒരു കൺകെട്ട് വിദ്യ ഉള്ളത്. നമ്മുടെ നാട്ടിലെ ചില യൂണിവേഴ്സിറ്റികൾ, ചില കോളേജുകൾക്ക് നീ ഇന്ന പേപ്പർ പഠിപ്പിച്ചാൽ മതി എന്ന് കൊടുക്കും. അത് മാത്രമേ നമുക്ക് ആ കോളേജുകളിൽ നിന്ന് കിട്ടുകയുള്ളൂ. പക്ഷെ ഇഗ്നോ അങ്ങനെയല്ല. യു വാണ്ട് ടു സെലക്ട് ആൾട്ടർനേറ്റീവ് ചോയ്സസ്, പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ മനോഹരമായ ചോയ്സസ് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. അതാണ് ഇഗ്നോ നൽകുന്ന പ്രത്യേകത. ഇവിടെ ഫിനാൻസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ഫോറിൻ ട്രേഡ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, മാനേജറിയൽ എക്കണോമിക്സ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ തിയറി ഉണ്ട്, അക്കൗണ്ടിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം ചേർന്നതാണ് ഈ സമ്മിശ്രമായത്. ഇതിൽ നിന്ന് താങ്കളുടെ ഇഷ്ടമനുസരിച്ച് താങ്കളാണ് തീരുമാനിക്കേണ്ടത്. യു ആർ ദി അൺക്രൗണ്ടഡ് കിങ് എന്ന് മനസ്സിലാക്കുക. കിരീടം വയ്ക്കാത്ത രാജാക്കളാണ് ഓരോ വിദ്യാർത്ഥികളും എന്ന് വളരെ നന്നായി മനസ്സിലാക്കുകയാണ് ഇഗ്നോ. താങ്കൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ വീക്കാണ്, വേറെ ഏതെങ്കിലും ഒരു പേപ്പറിനോട് നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്ന പക്ഷം താങ്കൾക്ക് ആ പേപ്പർ സെലക്ട് ചെയ്യാനുള്ള എല്ലാ പരമമായ സാധ്യതയും താങ്കളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സ്പെഷ്യലൈസേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള നല്ല കോഴ്സുകളിലൂടെ മനോഹരമായ ഡിഗ്രി പ്രോഗ്രാമുകൾ താങ്കൾക്ക് എടുക്കാം. ഈ PG പ്രോഗ്രാം MCOM എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഡ്യൂറേഷൻ ആണ്. എനി ഡിഗ്രി എടുത്തിട്ടുള്ള, മ്യൂസിക്കിലാണെങ്കിലും ശരി, BTech എടുത്തിട്ടുള്ള ആൾക്കാണെങ്കിലും ശരി, MBBS എടുത്തിട്ടുള്ള ആൾക്കാണെങ്കിലും ശരി, ഏത് വിഭാഗത്തിലും ഒരു ബാച്ചുലർ ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും 2 കൊല്ലം ദൈർഘ്യമുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽദായകമാണ് ഇത്. മാത്രമല്ല ഇത് ഫോറിൻ ട്രേഡിലും ഇന്ത്യൻ ട്രേഡിലും ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലും ബാങ്കിംഗ് മേഖലയിലും എല്ലാം പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപന മേഖലയിലും ഏറ്റവും നല്ല തൊഴിൽ സാധ്യതകൾ ഉള്ളതും ഒപ്പം തന്നെ റിസർച്ചിന് പറ്റുന്നതുമായ പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിലെ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് MCOM താങ്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, സുപ്രധാനമായ ഒരു കാര്യം, ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നോട്ട്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലെ ഇഗ്നോ MCOM അഡ്മിഷൻ എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം വിട്ടാൽ അഡ്മിഷൻ സെക്ഷനിൽ നിന്ന്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷൻ സെക്ഷനിൽ നിന്ന് താങ്കളെ മറ്റുള്ളവർ പരിചയപ്പെടുത്തും. താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരും. അഡ്മിഷൻ മുതൽ കോഴ്സ് കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള എല്ലാ തരത്തിലുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിംഗും താങ്കൾക്ക് നൽകും. പ്രഗത്ഭരായ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റുകളായിട്ടുള്ള ഒറിജിനൽ കൗൺസിലർമാർ. നമ്മുടെ നാട്ടിൽ മുറിവൈദ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. 10 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയവരും കൗൺസിലർ എന്നാണ് പറയുന്നത്. 2 കൊല്ലത്തെ ഇരട്ട PG മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചില വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. സോ കീപ് ദ എക്സ്പെർട്ടൈസേഷൻ. അത്തരത്തിലുള്ള ഒരു എമിനൻസി
താങ്കളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളവനാണ് താങ്കൾ, മാറ്റിമറിക്കാനുള്ളവളാണ് താങ്കൾ എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ നിർദ്ദേശം, എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. 1000 നന്ദി, നമസ്കാരം.